റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ടൊമാറ്റോ ഫ്രൈ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാമേ. ഇന്നത്തെ വീഡിയോ അതാണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഈ ഒരു ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 6 സവാള എടുത്തിട്ടുണ്ട്. 3 എണ്ണം കുറച്ച് ഇടത്തരം സൈസിലുള്ളത്, പിന്നെ 3 എണ്ണം കുറച്ച് ചെറുതാണ്. അതിൻ്റെ നടുവിലുള്ള കൂഞ്ഞുണ്ടല്ലോ, അതിങ്ങനെ ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വട്ടത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ നമുക്ക് കൊത്തി അരിയോ അതുപോലെ തന്നെ നീളത്തിൽ അരിയോ ഒന്നുമല്ല, ഇതുപോലെ വട്ടത്തിൽ തന്നെ നമുക്കത് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് ഞാനിതുപോലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നമുക്കിതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം, പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഫുള്ള് അരിഞ്ഞതിന് ശേഷം അതൊരറ്റത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം തക്കാളി എടുക്കാം. അതിപ്പം നന്നായിട്ട് പഴുത്ത 2 തക്കാളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് കഴുകിയൊക്കെ എടുത്തതിന് ശേഷം ഇതുപോലെ വട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഇതുപോലെ നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ ഈ ഒരു ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. അതും വട്ടത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളി കോംബോയാണ്. പിന്നെ ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചരിച്ച് വേണം കട്ട് ചെയ്യാൻ. അപ്പം പച്ചക്കറികൾ കട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്യണം. വട്ടത്തിലും അതുപോലെ തന്നെ പച്ചമുളക് ചരിച്ച് വെക്കാം. ഇനി നമുക്കത് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിന് കടുക് വേണ്ട. അപ്പോൾ 2 വറ്റൽമുളക് മുറിച്ചിട്ടിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉലുവയും ഒരു നുള്ളു ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, നമ്മൾ തോരനൊക്കെ അരയ്ക്കത്തില്ലേ, ആ ജീരകം കൂടെ ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യുകയും ചെയ്യാം. ചപ്പാത്തിയുടെയൊക്കെ കൂടെ ഇത് കുട്ടികളായാലും മുതിർന്നവരായാലും നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും, ഉറപ്പാണ് കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും സവോള പെട്ടെന്ന് തന്നെ മൂത്തും കിട്ടും, നന്നായിട്ട് വഴണ്ടും കിട്ടും. അതുപോലെ തന്നെ ഇപ്പം തന്നെ ആ ഉള്ളിയിലൊക്കെ ഉപ്പ് പിടിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകാറായിട്ട് വരുന്നുണ്ട്. സവോളയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് കേട്ടോ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വരണം. ഈ വട്ടത്തിൽ നമ്മൾ അരിഞ്ഞുകൊണ്ട് തന്നെ സവാള ആയാലും ശരി തക്കാളി ആയാലും ശരി പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെന്ത് ഉടഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനത്തെ ഇതൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ആവാറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കുറേ നല്ല നല്ല റെസിപ്പീസും ബ്ലോഗ്സും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കൈയെടുക്കാതെ തന്നെ മീഡിയം തീയിലിട്ടിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പിരിയൻ മുളകിൻ്റെ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം ഈ പച്ചമുളകിനും വറ്റൽമുളകിനൊക്കെ നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് പിരിയൻ മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പൊടിയുടെയൊക്കെ കുത്തൽ, ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ച് വഴറ്റി കൊടുക്കണേ. തക്കാളിയും അതുപോലെ തന്നെ സവോളയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുമ്പോഴാണ് ഈ ഒരു ടൊമാറ്റോ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ഫ്ലേവറൊക്കെ വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ടൊമാറ്റോ ഫ്രൈ എന്ന് പറയുന്നത് നല്ല ലൂസായിട്ടുള്ള ഗ്രേവി പരുവത്തിലല്ല ഇരിക്കുന്നത്, നന്നായിട്ട് ഇങ്ങനെ കുറുകിയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ നമ്മളിതിലേക്ക് പച്ചമുളക് ചേർക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് മറന്നു പോകരുത്. നമ്മളെടുത്ത് വെച്ചേക്കുന്ന പച്ചമുളക് ആദ്യമേ ചേർക്കരുത്. ഇത് വാങ്ങി വെക്കാറാവുന്ന ഒരു സമയമാകുമ്പോൾ മാത്രമേ ചേർക്കാവേ. അങ്ങനെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് നല്ലോണം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോയും ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായിട്ട് വരുവാണ്. അങ്ങനെ നമ്മുടെ കിടിലൻ ടൊമാറ്റോ ഫ്രൈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തംബ്നെയിലിൻ്റെ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം. നമ്മുടെ വീഡിയോ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ചപ്പാത്തിയുടെയൊക്കെ കൂടെ നല്ല അടിപൊളി കോംബോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.